ഞാൻ രാവിലെ ജന്തർ മന്ദറിലെ ആ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും എന്നെ തള്ളി പറഞ്ഞിട്ടും കുറച്ച് പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിലൊരു മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നീറ്റിൻ്റെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലീക്കാക്കി ആൾക്കാരെ ശിക്ഷിച്ചാൽ പോരെ, എന്തിന് നിങ്ങൾ മന്ത്രിയുടെ രാജി വേണമെന്ന് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്തുകൊണ്ട് രാജിവെക്കണം എന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അതിൻ്റെ റീ എക്സാം കണ്ടക്ട് ചെയ്യാൻ ഇത്ര വലിയ സ്കിൽസിൻ്റെ ആവശ്യമില്ല, ഇത്ര വലിയ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അത് ആരെ കൊണ്ടും ചെയ്യാൻ പറ്റും. അത് വരാതെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകാതെ നോക്കേണ്ടതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ആ റെസ്പോൺസിബിലിറ്റി പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹീസ് ഇനോപ്രോപ്രിയേറ്റ് ഫോർ ദിസ് പൊസിഷൻ. അതുകൊണ്ട് പുള്ളിക്കാരൻ രാജിവെക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യം. ഞാനല്ല, അവിടെ CJP പ്രവർത്തകർ ആവശ്യപ്പെട്ട കാര്യം. ഞാനപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് അവിടെ സംസാരിച്ചത്. 1956 ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് 150ഓളം ആളുകൾ മരിച്ച തമിഴ്നാട്ടിൽ ഒരു റെയിൽവേ ആക്സിഡന്റ് ഉണ്ടായി. ആ ഒരു ആക്സിഡന്റിന് കാരണമായത് പുള്ളിക്കാരനാണോ ട്രെയിൻ ഓടിച്ചു, പുള്ളിക്കാരനാണ് ഒരു പാളുണ്ടാക്കി? അല്ല. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് രാജിവെച്ചിറങ്ങിയത്. ഹി നോ ദാറ്റ് ഹീസ് റെസ്പോൺസിബിൾ. പുള്ളിക്കാരൻ അതിൻ്റെ മിനിസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്കാരനാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. പുള്ളിക്കാരൻ അറിയാം. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തതും. അത് തന്നെ ഇവിടെ കിട്ടണമെന്നല്ല, അത് ഇവിടെ നടപ്പിലാക്കണം. ഡെമോക്രാറ്റിക് ഇന്ത്യയാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് PSന്റെ മെസ്സേജാണ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെയ്യാം, സമയമുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് പറ്റുന്ന രീതിയിൽ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ എന്തിനെക്കുറിച്ചും സംസാരിക്കും. ഞാനിവിടെ ഒരു പാർട്ടിനെ പക്ഷം പിടിച്ചല്ല സംസാരിച്ചിരിക്കുന്നത്. ഞാൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. ദേ ആർ ദ ഫ്യൂച്ചർ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം വളർന്നു വരുന്ന തലമുറയാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യ എല്ലാ രീതിയിലും പുറകോട്ട് നിൽക്കുന്നത് യൂത്ത് ഇവിടെ നിൽക്കാത്തതുകൊണ്ടാണ്. യൂത്ത് ഇവിടെ നിൽക്കണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്ക് ഇവിടെ കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള ഒരു ബേസ് ഇവിടെ കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് നിൽക്കില്ല എന്ന കാര്യം നമുക്കും അറിയാം. എന്നിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പോരായ്മയാണ്. അവരോട് നിന്നില്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറാണ് പോകുന്നത്. നമ്മുടെ ഫ്യൂച്ചർ പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ പോവാണ്. പിന്നെ ആരെ വെച്ചിട്ട് വളർത്തുക? അപ്പോൾ അവരെ നിൽക്കാൻ സഹായിക്കണം. അവർക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്കി മാറ്റി ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എക്സാംസും മര്യാദയ്ക്ക് ലീഗലായിട്ട് പഠിച്ച കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്ന പോലെ തന്നെ നടത്തണം. അല്ലാതെ നടത്തിയിട്ട് ഒരു കാര്യമില്ല.